ആരോഗ്യവകുപ്പിൻ്റെ ഭരണപരമായ പോരായ്മകളുടെ പേരിൽ ഗുരുതരമായ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായി ആരംഭിച്ച സമരപരമ്പരകളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ ശ്രീ ഷമീം ചിരുമത്ത്, ശ്രീ NP വിമൽ, ശ്രീ വരുൺ റോയ്, ശ്രീ റഹീം വെറ്റക്കാരൻ, ശ്രീ അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സർജറിക്കിടെ വയറിൽ കുടുങ്ങിപ്പോയ സർജിക്കൽ എക്യുപ്മെന്റ്സുമായി കഴിഞ്ഞ 5 വർഷക്കാലം വേദന നിന്ന് ജീവിക്കേണ്ടി വന്ന ഉഷ ജോസഫ് എന്ന തൊഴിലുറപ്പ് തൊഴിലാളിയായ ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ പ്രയാസങ്ങൾ നമ്മളെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ജനങ്ങൾ വലിയ ആശങ്കയോടുകൂടി നോക്കിക്കാണുകയും യൂത്ത് കോൺഗ്രസ് അതിന്റെ ഭാഗമായി പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു വരികയും ചെയ്ത ഒരു വിഷയമാണ്. ഇന്നലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ സമരത്തിന്റെ ഭാഗമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിനു ചുള്ളിയിലും ആലപ്പുഴ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഡോക്ടർ MP പ്രവീണും മറ്റ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ശ്രീ വിശാഖ് പത്തിയൂർ അടക്കമുള്ള സഹപ്രവർത്തകർ 9 പേർ ഇന്ന് റിമാൻഡിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളായ വനിതകളായ നീനുവും പ്രജിഷയും പരിക്കേറ്റ് ആശുപത്രിയിലുമാണ്. പത്രസമ്മേളനത്തിലേക്ക് ഇരച്ചുകയറി എന്ന പേരിൽ അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും അവരെ ജയിലിൽ അടക്കുകയും ചെയ്തു. മാത്രമല്ല, അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴിയിൽ ജനങ്ങൾ വരെ എന്തിനാണ് ഈ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇതുപോലെ ബലപ്രയോഗം നടത്തുന്നതെന്ന് നേരിട്ട് വന്ന് പോലീസിനോട് ചോദിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. 2 പെൺകുട്ടികളെ വളരെ മൃഗീയമായ രീതിയിലാണ് പോലീസ് വലിച്ചഴിച്ചു കൊണ്ടുപോയത്. വനിതാ പോലീസ് പോലും നടത്തേണ്ടെന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടെന്ന ഒരു കാര്യത്തിൽ പുരുഷ പോലീസുകാരാണ് നീനുവിനെയും പ്രജിഷയുമൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ മുന്നിലേക്ക് തള്ളിക്കയറി വരുന്നതും ബലപ്രയോഗം നടത്തിയതുമെല്ലാം തന്നെ. ഇന്നലെ നടത്തിയ സമരം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലെ പുറത്തു വന്ന വിഷയം അത്രത്തോളം ഗൌരവമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ആ തരത്തിലൊരു പ്രതിഷേധവുമായി കടന്നു വന്നത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്കും സ്വാഭാവികമായൊരു പ്രതിഷേധം നടത്തുകയുണ്ടായി. സമാനമായ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തെമ്പാടും ജില്ലകളിൽ ഇന്നും നാളെയുമൊക്കെ ഇന്നും ഈ വരും ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കും. അപ്പോൾ ഈ സമരങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ എണ്ണമറ്റതായ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളെന്നാണ്. പക്ഷേ എത്രയെത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് കേരളത്തിനകത്ത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ റിപ്പോർട്ടുകളാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കയ്യിൽ ഇങ്ങനെ പൂഴ്ത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൈവശമുള്ള ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമായ റിപ്പോർട്ടുകൾ കൂട്ടിത്തുന്നി ഒരു പുസ്തകം ഇറക്കിയാൽ 5000 പേജിനപ്പുറം വരുന്ന പുസ്തകം ഇറക്കാൻ സാധിക്കുന്ന രീതിയിൽ സംസ്ഥാനത്തിനകത്ത് വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ നമ്പർ 1 ആയിരുന്ന ആരോഗ്യവകുപ്പ് മറ്റേത് സംസ്ഥാനങ്ങളെ പരിഗണിച്ച് നോക്കിയാലും കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും ഏത് സർക്കാർ ഭരിച്ചാലും ആരോഗ്യവകുപ്പ് വളരെ മേന്മയുള്ളതായിരുന്നു. ആ ആരോഗ്യവകുപ്പിനെ ഇത്തരത്തിൽ അനാരോഗ്യകരമാകുന്ന രീതിയിലേക്ക് നയിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത് കേട്ടു, ഈ സംഭവം നടന്നത് എന്റെ കാലത്തല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അന്ന് ഭരണത്തിലിരിക്കുന്ന മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത് സാധിക്കൂ. അതിനുശേഷവും അതേ ഗവൺമെന്റ് തുടർന്ന് അധികാരത്തിലേക്ക് കടന്നു വന്നു. KK ശൈലജ ടീച്ചറുടെ പോരായ്മ എന്താണോ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി ഇപ്പോൾ പറയാൻ ശ്രമിച്ചതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഇമേജിന്റെ ഭാഗമായ ഒരു യുദ്ധം മുൻ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയും തമ്മിലുണ്ടോ എന്നൊരു സംശയം പോലും നമുക്ക് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. രണ്ടാമതായി അവർ പറയുന്നത് പ്രതിഷേധങ്ങളോട് അങ്ങേയറ്റത്തെ പുച്ഛവും പരിഹാസവുമാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്. ഇത്രയധികം ഈഗോയിസ്റ്റായി പെരുമാറുന്ന ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഒരു വനിതാ നേതാവിനെ നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും അവർ സമാനമായ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി. കരിങ്കൊടിയാണ് യൂത്ത് കോൺഗ്രസുകാർ എനിക്ക് നേരെ ഏറ്റവും കൂടുതൽ പിടിച്ചത്. കരിങ്കൊടി കാണിക്കുന്നതിൽ ഇത്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്താണ് ഇത്ര അമർഷം? കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി കരിങ്കൊടി പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച് കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതൊക്കെ തന്നെ വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് അവർ നോക്കിക്കാണുന്നത്. സിസ്റ്റം എററാണ് എന്നാണ് അവർ പലപ്പോഴും ന്യായമായിട്ട് പറയുന്നത്. ഈ സിസ്റ്റം നന്നാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? 10 വർഷക്കാലമായല്ലോ കേരളത്തിനകത്ത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്നു.
5 വർഷക്കാലം മതിയല്ലോ ഒരു സർക്കാരിനെ സംബന്ധിച്ച് എന്തെങ്കിലും പോരായ്മകൾ ഏതെങ്കിലും വകുപ്പിലുണ്ടെങ്കിൽ അത് നേരാക്കിയെടുക്കാൻ ഒരു 5 വർഷക്കാലം പോരെ. ഇപ്പോൾ 10 വർഷക്കാലം കേരളത്തിനകത്ത് ഇടതുമുന്നണി ഭരിച്ചപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ 2 ആരോഗ്യവകുപ്പ് മന്ത്രിമാർക്ക് കാലഘട്ടത്തിനിടയിൽ ഇത്രയേറെ പോരായ്മ ആരോഗ്യവകുപ്പിനുണ്ടായെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? CPM-നും ഈ മുന്നണിക്കുമല്ലേ. അതിന്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിക്കുണ്ടല്ലോ. അപ്പോൾ മന്ത്രി അത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ ഒളിച്ചോടുകയാണ്. മന്ത്രിയെ സംബന്ധിച്ച് ഇതൊരു രാജസ്തുതിയുടെ ഭാഗമായി കിട്ടിയ പദവിയാണ്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് കപ്പലാടിയോ ഇലയുകയില്ലെന്നും കപ്പിത്താനുണ്ടെന്നൊക്കെ നടത്തുന്ന അവരുടെ പ്രസ്താവനകളൊക്കെ ഒരു രാജസ്തുതിയുടെ ഭാഗമായി കിച്ചൺ ക്യാബിനറ്റിലൂടെ കടന്നുകൂടിയ മന്ത്രിസ്ഥാനമാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ സംബന്ധിച്ച് ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബവുമായിട്ടുള്ള അവരുടെ ബന്ധം, അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുള്ള അവരുടെ ബന്ധമാണ് അവരെ ഇന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിസ്ഥാനത്തിന്റെ കസേരയിൽ ഇരുത്തുന്നുള്ള കാര്യം ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ മറ്റേത് വകുപ്പുകളിലെ പോരായ്മകൾക്കെതിരെ നടത്തുന്ന പ്രതിഷേധത്തെക്കാൾ ഉപരി, അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ ഭീകരമായി CPM-ന്റെ മന്ത്രിമാർ വരിവരിയായി നിന്നുകൊണ്ട് പ്രതികരിക്കുന്ന കാഴ്ച കാണുന്നു.